നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നൂറുകണക്കിന് കേസുകളിൽ പ്രതിയായ ദാവൂദ് ഇബ്രാഹിം ഒളിക്കുന്നത് ഈ ലോകത്തിലെ മുഴുവൻ അന്വേഷണ കണ്ണുകളെയും വെട്ടിച്ചാണ്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ചെറിയ വാർത്തകൾ പോലും പലപ്പോഴും തലക്കെട്ടുകളായി മാറാറുണ്ടെങ്കിലും ദാവൂദിന്റെ കുടുംബത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. ദാവൂദിന്റെ സംഘവും മുംബൈയിലെ മറ്റൊരു അധോലോക സംഘവുമായ BRAയും തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ഗാവലി സഹോദര തുല്യനായി കണ്ടിരുന്ന അശോക് ജോഷിയെ വകവരുത്തി ദാവൂദിന്റെ സംഘം പ്രതികാരം ചെയ്തപ്പോൾ അതിന് ദാവൂദിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതായിരുന്നില്ല. ദാവൂദിന്റെ പ്രിയ സഹോദരി ഹസീനയുടെ ഭർത്താവ് ഇബ്രാഹിം പാർക്കറുടെ ജീവനെടുത്ത് ഗാവലി പ്രതികാരം ചെയ്തു. 1992 അത്. ദാവൂദിനെ വലിയ രീതിയിൽ ഉലച്ച സംഭവമായിരുന്നു അത്. അപ്പോഴേക്കും ഡി കമ്പനി വലിയ അധോലോക ഗ്യാങ് ആയി പടർന്നു പന്തലിച്ചിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ പേര് പലപ്പോഴും പല പെൺകുട്ടികളുമായി ചേർത്ത് കേട്ടിരുന്നു. ദാവൂദിന്റെ രണ്ടാം വിവാഹ വാർത്ത പോലും കുറച്ചു കാലം മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ ദാവൂദിന്റെ ജീവിതത്തിൽ തന്റെ അവകാശം ഉറപ്പിച്ചത് ഒരു സ്ത്രീ മാത്രമാണ്. അത് ദാവൂദിന്റെ ഭാര്യ സുബീന സരിൻ എന്ന മെഹ്ജബീൻ ആയിരുന്നു. ദാവൂദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് മെഹ്ജബീൻ. നേരത്തെ സുജാത എന്ന ഹിന്ദു പെൺകുട്ടിയുമായി ദാവൂദ് പ്രണയത്തിലായിരുന്നുവെങ്കിലും വിവാഹം കഴിക്കാൻ സുജാതയുടെ വീട്ടുകാർ തയ്യാറായില്ല. സുജാതയിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം ദാവൂദിന്റെ ജീവിതത്തിലേക്ക് മെഹ്ജബീൻ എന്ന സുബീന കടന്നു വന്നു. ദാവൂദിനും മെഹ്ജബീനും 4 കുട്ടികളാണ്. 3 പെൺമക്കൾ: മഹ്റൂബ് ഇബ്രാഹിം, മഹ്റീൻ ഇബ്രാഹിം, മരിയ ഇബ്രാഹിം. ഒരു മകൻ മൊയിൻ ഇബ്രാഹിം. ദാവൂദിന്റെ മൂത്ത മകൾ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദിന്റെ മകൻ ജുനൈദുമായി 2014 വിവാഹിതരായി. ദാവൂദിന്റെ രണ്ടാമത്തെ മകൾ മഹ്റീൻ പാകിസ്ഥാൻ വംശജനായ അമേരിക്കൻ വ്യവസായിയായ അയൂബിനെ വിവാഹം കഴിച്ചു. ഏക മകൻ മോയിൻ പൗരോഹിത്യ മാർഗത്തിലേക്ക് തിരിഞ്ഞെന്നും മൗലവിയാവാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദാവൂദിന്റെ ഇളയ മകൾ മരിയ 1998 മരിച്ചതായും പറയപ്പെടുന്നു. ദാവൂദിന്റെ മൂത്ത മകൾ മഹ്റൂബിന്റെ വിവാഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തെമ്പാടുമുള്ള വൻകിട വ്യവസായ പ്രമുഖർ അടക്കം വിവാഹത്തിൽ പങ്കെടുത്തു. എന്നാൽ അതിഥികളുടെ പട്ടിക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കുടുംബത്തെ കൂടാതെ തന്റെ 5 സഹോദരങ്ങളുമായും ദാവൂദിന് വളരെ അടുപ്പമുണ്ട്. മുംബൈ സ്ഫോടനത്തിന് ശേഷം ദാവൂദിന്റെ 2 സഹോദരന്മാരായ അനീസ് ഇബ്രാഹിമും നൂറ ഇബ്രാഹിമും ദാവൂദിനൊപ്പം ദുബായിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. 2007 ക്രാഞ്ചിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ നൂറ മരിച്ചിരുന്നു. രണ്ടാമത്തെ സഹോദരൻ അനീസ് ഇപ്പോഴും ദാവൂദിനൊപ്പമാണ്. അനീസും ദാവൂദിന്റെ ഭാര്യ മെഹ്ജബീനും ഒരുമിച്ചാണ് ദാവൂദിന്റെ ഡി കമ്പനിയുടെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത്. ദാവൂദിന്റെ മൂന്നാമത്തെ സഹോദരൻ ഇക്ബാൽ ഇപ്പോഴും കുടുംബത്തോടൊപ്പം മുംബൈയിലാണ് താമസിക്കുന്നത്. ഇക്ബാൽ കസ്കറിനെതിരെയും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണമുണ്ട്. ദാവൂദിന്റെ 2 സഹോദരിമായ ഹസീന പാർക്കറും സയീദയും മുംബൈയിലാണ് താമസിച്ചിരിക്കുന്നത്. ഇബ്രാഹിം പാർക്കറെ ഗാവലി ഗ്യാങ് കൊലപ്പെടുത്തിയതോടെയാണ് ദാവൂദിന്റെ ഇളയ സഹോദരി ഹസീന പാർക്കർ അധോലോകത്തേക്ക് കടന്നു വരുന്നത്. ഹസീനയുടെ ഗോൾഡൻ ഹാൾ അപ്പാർട്ട്മെന്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. മുംബൈയിലെ ഗോൾഡ് മദർ എന്നാണ് ഹസീന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ ഒരു സഹോദരൻ ഇക്ബാലും കുടുംബത്തോടൊപ്പം മുംബൈയിൽ താമസിക്കുന്നു. ദാവൂദിന്റെ 2 സഹോദരിമാരും മരിച്ചു. 2017 മുംബൈയിൽ വച്ച് നടന്ന ഹസീന പാർക്കറുടെ മകന്റെ വിവാഹത്തിന് ദാവൂദിന്റെ ഭാര്യ പങ്കെടുക്കാൻ എത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.